വർക്കിൽ അതായത് ഇന്നത്തെ വീഡിയോയിൽ കട്ടിങ്ങും കിട്ടിങ് ഒന്നുമില്ല. ഞാൻ എങ്ങനെയാണോ വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. രാവിലെ മക്കൾ ഇറങ്ങിയ ശേഷമാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത്. ഇവിടുത്തെ ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാ കിച്ചണിലൂടെ കൊണ്ടുവെക്കുന്നത് പണി കഴിഞ്ഞിട്ടില്ല. ഓരോന്ന് ഒരുക്കി വെക്കാനുണ്ട് ഗൈസ്. അതല്ല ഇന്ന് എനിക്ക് പോവാനുണ്ട്. അപ്പോൾ കുറച്ച് തുണി മെഷീനിൽ കൊണ്ടിടാനുണ്ട് ഗൈസ്. രാവിലെ മക്കളെല്ലാം ഇറങ്ങിയാൽ അവിടെ ഇവിടെയെല്ലാം ഓരോ തുണിയെല്ലാം ഉണ്ടാകും. പിന്നെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലേ, ഇതൊക്കെ തന്നെയാണ് നമ്മളെ പണി. ഞാൻ പിന്നെ അലക്കാറ് മേലെ നിന്നാണ് അലക്കാം. ഇനി ഇതൊക്കെ മെഷീനിൽ കൊണ്ടുപോയി ഇടാനുണ്ട് ഗൈസ്. മേലിൽ 3 ബെഡ്റൂമാണ്. നേരത്തെ പണിയൊന്നും തീർത്തിട്ടില്ല. ഇൻഷാ അള്ളാ അതിങ്ങനെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെ അലക്ക് കേന്ദ്രം ഗൈസ്, അലക്ക് കേന്ദ്രം. ഞാൻ പിന്നെ ഇന്ന് എനിക്ക് പോവാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അലക്ക് പരിപാടി ഇല്ല. ഇവിടെ കൊണ്ടിട്ട് ബക്കറ്റിൽ എനിക്ക് കുറച്ച് തുണി ആറിയിടാനുണ്ടായിരുന്നു. ഞാൻ രാവിലെ എണീറ്റപാടെ കുറച്ച് തുണി മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് ആറിയിടാനുണ്ട് ഗൈസ്. ആറിയിട്ടെ തുണി ആറിയിടുമ്പോൾ എൻ്റെ കുറച്ച് പഴയ സ്റ്റോറിയൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കില്ല ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവളെ പഴയ സ്റ്റോറി അറിഞ്ഞിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന്. അങ്ങനെയല്ല ഗൈസ്, കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അന്നെങ്കിലല്ലേ നമുക്കും പറയാനൊരു ആവേശം ഉണ്ടാകും. പഴയ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ വെക്കുന്ന മുമ്പ് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത് ഒന്നാണ്. ഒന്നുമില്ലെങ്കിൽ മൈക്കില്ല തുണി അറിയിടാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യം ഉണ്ടാക്കണമെന്ന്. എൻ്റെ ചെറുതിലല്ലേ, അതായത് ഞാൻ ഒരു 13-14 വയസ്സ് ആ ഒരു വയസ്സിലെല്ലാം ഞാൻ എൻ്റെ തറവാട്ടിലാണ്. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഉമ്മ ഇങ്ങോട്ടേക്ക് വീടെടുത്ത് മാറിയത്. ഇപ്പം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഞാനും വീട് വെച്ച്. അതിന് മുമ്പ് ചെറുപ്പകാലത്ത്, അതാണ് എൻ്റെ ഒരു പഴയ സ്റ്റോറി എന്നെല്ലാം പറഞ്ഞത്. അന്നേരം ഒരു വീട്ടിൽ 3-4 ഫാമിലിയൊക്കെ ഉണ്ടാവില്ലേ. ഉമ്മയുണ്ടാവും, ഉമ്മാൻ്റെ ഏട്ടത്തി ഉണ്ടാവും, മക്കളുണ്ടാവും, അനിയത്തി ഉണ്ടാവും. ഒരു വീട്ടിൽ കുറേ ആൾക്കാരുണ്ടാവില്ലേ. അപ്പം നല്ല വൈബാണ്, എന്തോ ഒരു സുഖമാണെന്നറിയാം. പക്ഷേ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ മഴ പെയ്യുന്ന സമയത്ത് തുണി അറിയിടാൻ വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടാവില്ല. അന്നേരം എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. എന്താന്ന് തുണി ആറിയിടാൻ സൗകര്യമില്ലായിട്ട് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുമായിരിക്കണ്ടേ. ഞാനെന്താ ചെയ്യാമെന്നറിയാവുക, പിന്നെ ഓരോരുത്തരുടെ തുണിയെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്നിട്ട് എൻ്റെ തുണി വിശാലമായിട്ട് ഞാൻ ആറിയിടും. അല്ലാ, ആ ഒരു കാലമല്ല ഇനി തിരിച്ച് കിട്ടുക കൈസ്, ഒരിക്കലും തിരിച്ച് കിട്ടില്ല. ഇന്ന് പിന്നെ എല്ലാ വീട്ടിലും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിൽക്കാനൊന്നും ഇന്ന് ആൾക്കാരില്ല. ഒരു ഉമ്മ 2 മക്കൾ 3 മക്കൾ, അല്ലെങ്കിൽ ആ വീട് പൂട്ടിയിട്ടുണ്ടാവും അല്ലേ. ഗസ്റ്റ് പോലും എന്താ പറയുക, ഇന്ന് നിൽക്കാൻ വരാൻ ആൾക്കാർ പോലും ഇല്ല. മുമ്പെല്ലാം അമ്മായിമാർ വേറെ, ഉപ്പാൻ്റെ മരക്കൾ വേറെ. അല്ല, ഒന്നും പറയാനില്ല. നിങ്ങൾക്കെല്ലാം ആ കാലമെല്ലാം ഓർമ്മയുണ്ടാ? എന്തായാലും ഉണ്ടാകും അല്ലേ. ഇപ്പം വളർന്ന് വരുന്ന മക്കൾക്കാണ് അതൊന്നും അറിയാത്തത്. പക്ഷേ ഞാനില്ലേ ഇടയ്ക്കെല്ലാം എൻ്റെ മക്കളോട് ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഗൈസ്. അതെ, പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും എത്തിപ്പോയ ഗൈസ് ഇല്ലാന്ന് തോന്നുന്നു. പഴയ ഒരു ഓർമ്മ തുണിയാറിയിടുമ്പോൾ എനിക്ക് അത് നിങ്ങളോടൊന്ന് പങ്കുവെച്ച് എന്നേ ഉള്ളൂ. ഇനി ഈ റൂം പിന്നെ മോള് ക്ലാസ്സിന് പോകുമ്പം ക്ലീനാക്കി ഇടും. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പണിയൊന്നുമില്ല. അത് അവളിലുള്ളൊരു നല്ലൊരു ശീലമാണ്. അത് ഞാൻ ചെറുതിലെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരവരെ സാധനങ്ങളൊക്കെ അവരവർ വൃത്തിയിലും വെളുപ്പിലും വെക്കണമെന്ന്. അതുകൊണ്ട് എത്ര തിരക്ക് വന്നാലും അവൾ ക്ലാസ്സിന് 8 മണിക്കാണ് പോകുന്നത്. ആ പോകുന്നതിൻ്റെ ഉള്ളിൽ അവൾ ഇതൊക്കെ പിരിച്ചിടും. അതുകൊണ്ട് അതിൻ്റെ വലിയ പണിയൊന്നും എനിക്ക് ഉണ്ടാവില്ല. പിന്നെ തുടക്കാനും അടിച്ച് വരാനും അത് പിന്നെ എൻ്റെ ചുമതല തന്നെയാണ്. അത് പിന്നെ മൂക്ക് സമയമൊന്നും ഉണ്ടാവില്ല. അതെന്നെ പിരിച്ച് വെക്കുന്നത് അൽഹംദുലില്ലാ 8 മണിക്കല്ലേ പോകുന്നത്. പിന്നെ ഇതാ എൻ്റെ ബെഡ്റൂമാണ്. ഇത് പിന്നെ നമ്മൾ രാത്രി കിടന്നിട്ട് രാവിലെ എണീറ്റാൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഗൈസ്. എന്താ ഇപ്പോൾ പറയുക, പിന്നെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റൊക്കെ നാനാ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. മലക്കത്തും അറിയില്ല. അന്ന് ഞാനും മക്കളൊക്കെ കിടക്കാൻ ഈ റൂമിൽ വരും.
മറ്റേ റൂമിൽ പിന്നെ മക്കളുടെ ഡ്രസ്സ് പിന്നെ സ്കൂളിലെ പല ഐറ്റംസ് ആ റൂമിലായിരിക്കും. ഈ റൂമിൽ പിന്നെ ഇത് നമ്മളെ സ്വന്തം ബെഡ്റൂം. അല്ലാഹു അക്ബർ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇനി ബാക്കി നമുക്ക് കറണ്ട് ബില്ലിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ തന്നെ എനിക്ക് കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് വന്നാലാണ് എനിക്ക് ഫോണിൽ കൂടി നോട്ടിഫിക്കേഷൻ വരാറ്. കാത്തിരിക്കുകയാണ് ഇന്നത്തെ ബില്ല് എത്രയായിരിക്കും എന്ന്. എത്രയായിരിക്കും എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു പോക്കറ്റ് മണിയെല്ലാം കിട്ടിയാൽ ഏതെല്ലാം വൈക്ക് റബേ പൈസ കൊണ്ടുപോയി അടയ്ക്കണം. അന്നേരം കുറച്ചൊക്കെ ശ്രദ്ധിക്കാമല്ല. പിന്നെ ഈ മാസം അവസാനം എനിക്ക് പൈപ്പ് ലൈൻ കേസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ബില്ല് ഈ മാസം അവസാനമാണ് വരാം. ആരെല്ലോ പറയുന്നുണ്ട് അല്ലാ 4000 എല്ലാം വരുമെന്ന്. റബ്ബേ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ല റബ്ബേ. അല്ലാ എൻ്റെ കൂടെ എൻ്റെ ഉമ്മ ചോദിച്ചു എനിക്ക് എത്രയാണ് ബില്ല് വന്നതെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര വന്നതെന്ന്. എന്നിട്ട് എൻ്റെ ഉമ്മ എന്നോട് പറയുന്നു അതെന്താണെന്ന് എനിക്ക് കുറഞ്ഞു പോയെന്ന്. എന്നിട്ട് ഞാൻ വിചാരിച്ചു അല്ല ഉമ്മക്ക് ഈ മാസം കൂടിപ്പോയിട്ടുണ്ടോ എന്ന്. എന്നിട്ട് ഞാൻ ഉമ്മാനോട് ചോദിച്ചു ഉമ്മക്ക് എത്രയാണ് വന്നത്. അന്നേരം ഉമ്മ പറഞ്ഞു എനിക്ക് കുറവേ വന്നിട്ടുള്ളൂ എന്ന്. എന്നിട്ട് ഉമ്മ എന്നോട് ചോദിക്കുകയെന്ന് അല്ലാണേ എനിക്കെന്നെ ഈ മാസം കുറഞ്ഞു പോയത് എന്ന്. എനിക്ക് നേരെ തിരിച്ചാന്ന്. എനിക്ക് എല്ലാ മാസവും കൂടുതലാണ് വരാം. ഈ മാസം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. അങ്ങനെ വലിയ കുറവൊന്നുമില്ല. 1749 ഈ ഒരു മാസം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്തായാലും 2000 മേൽപോട്ട് എങ്ങനെയായാലും വരും എത്ര ശ്രദ്ധിച്ചാലും. ആ കഴിഞ്ഞ മാസം വന്ന ബില്ല് ഞാനിവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം. അതിൻ്റെ കഴിഞ്ഞ മാസം അടിച്ചത് ഇത്രയാണ് ഗൈസ്. അതുകൊണ്ടാണ് എൻ്റെ ഉമ്മ ചോദിച്ചത് എന്താണ് ഈ മാസം കുറഞ്ഞു പോയത് എന്ന്. പക്ഷെ നമ്മളില്ലേ കുറച്ചൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. എൻ്റെ കുറച്ച് ശ്രദ്ധ കുറയുമ്പോൾ ഇങ്ങനെ കറണ്ട് ബില്ലെല്ലാം കൂടാം. പക്ഷേ ശ്രദ്ധിച്ചാൽ നമുക്ക് അതുപോലെ ചെയ്യല്ലേ. നമുക്ക് കിട്ടുന്ന പൈസയല്ലേ ഇതല്ലേ. എങ്ങനെയാണ് ഗേസ് എങ്ങനെയാണ്. ഇനി അടുത്ത വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് അർജൻറ്റായിട്ട് 2 മണിയാകുമ്പോൾ ഒരു സ്ഥലം വരെ എത്താനുണ്ട്. ഇന്ന് പുറത്ത് പോയിട്ട് കുറേ ആവശ്യങ്ങൾ എനിക്ക് ഉണ്ട്. എല്ലാം ഇന്ന് നടക്കുമെന്ന് അറിയില്ല. റബ്ബുൽ തമ്പുരാനെ ഞാനിപ്പോൾ തിരിച്ച് വരാമെന്നറിയില്ല. പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോലും ഉമ്മയുണ്ടാകും പിന്നെ മോളുണ്ട്. പിന്നെ അങ്ങനെ എന്ത് ചെയ്തേ എനിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഒന്ന് നിലം ഒന്ന് തുടക്കാനുണ്ട്. ഞാൻ ഒന്നരാടം കുടുംബമായാണ് നിലം തുടക്കുക. മേലിൽ അങ്ങനെയല്ല. മേലിൽ പിന്നെ ഒരാഴ്ചയെല്ലാം കൂടുമ്പോൾ അങ്ങനെ വൃത്തികേടായി എന്ന് തോന്നുമ്പോൾ അന്ന് മേലിൽ തുടക്കുക. താഴെ പിന്നെ അങ്ങനെയല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതല്ലേ. പിന്നെ പൊടിയെല്ലാം ഉണ്ടാവും. എന്തായാലും നമ്മളിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ അരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ചെരുപ്പിടുന്നതുകൊണ്ട് എനിക്കങ്ങനെ മനസ്സിലാവില്ല. അകത്തുനിന്ന് ഞാൻ എന്തായാലും ചെരുപ്പിടും. മക്കളെയൊന്നും ഞാനങ്ങനെ ചെരുപ്പിടാൻ വിടാറില്ല. മക്കളോട് പറയും ചെരുപ്പിടേണ്ട. പക്ഷേ എനിക്ക് എന്തായാലും ഇടണം. എനിക്കല്ലെങ്കിൽ പിന്നെ എന്തോ ഒരു കാൽവേദന എല്ലാം വരും. അതുകൊണ്ട് ഞാൻ ചെരുപ്പ് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ വരച്ച് നോക്കുക അല്ല അവിടെയായിട്ട് പൊടിയുണ്ടോ എന്ന്. നമുക്ക് അങ്ങനെയല്ല വീടെന്ന് വെച്ചാൽ അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ ചെയ്യുക പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഞാൻ വേഗം നിലം തുടച്ചിടുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് എൻ്റെ കുളി നിസ്കാരം പിന്നെ ചോറ് കഴിക്കൽ എല്ലാം കഴിഞ്ഞ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മാപ്പിളയും വിളിച്ച് മാപ്പിള പറഞ്ഞ് നീ ഇനിയും പോയിട്ടില്ലേ എന്നുള്ള ചോദിച്ച്. അപ്പോൾ അർജൻറ്റായിട്ട് എനിക്ക് അവിടെ എത്താനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ മാറ്റി ഒരുങ്ങി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ എന്നും പർദ്ദയാണ് ഇടാറ് എന്ന്. ഷോപ്പിലെല്ലാം പോകുമ്പോൾ പിന്നെ എന്തായാലും പർദ്ദ തന്നെയാണ് ഗൈസ്. ചൂതാറെല്ലാം ഇട്ടിട്ട് എങ്ങനെയാണ് ഷോപ്പിലെല്ലാം പോവുക. അനക്കെല്ലാം എന്തോ പോലെയാണ്. നമ്മളെ കണ്ട സ്റ്റൈൽ ഇങ്ങനെ തന്നെയാണ്. പർദ്ദ ഇട്ടിട്ട് പോകുന്നതിൻ്റെ ആ ഒരു സുഖം നമുക്ക് വേറെ എന്തിട്ടാലും കിട്ടൂല. ചൂരിദാറൊക്കെ ഇട്ടിട്ട് എങ്ങനെയാപ്പോൾ ഷോപ്പിങ്ങിനെല്ലാം പോവുക. പോകുന്നവരൊക്കെ ഉണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് കംഫർട്ട് പർദ്ദ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ പർദ്ദ തന്നെയാണ് ഇടാറ്. അതുകൊണ്ടല്ലേ നമുക്ക് പർദ്ദനോട് ഇഷ്ടം. അത് എല്ലാം നല്ല അത്യാവശ്യം കുറച്ച് നല്ല മോഡൽ പർദ്ദ തന്നെ കിട്ടണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് 1-2 പർദ്ദ കിട്ടിയാൽ പോരാ, കുറേ വേണം. മാറ്റി എന്താ പറയുക മാറി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ ചൂരിദാറൊക്കെ ഇടാറുണ്ട്. നമ്മളടുത്തുള്ള ആരുടെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമുക്ക് പർദ്ദ തന്നെയാണ്. കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ് കണ്ണൂർ കേട്ടോ.
അങ്ങനെ എന്ത് ചെയ്തേ നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി നമുക്ക് അവിടുന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. പിന്നെ അവിടെ വീഡിയോ എടുക്കാനുള്ള ഈ ഒരു ഇതൊന്നും ഇല്ല. എന്തെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള അലോട്ടില്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വരുത്തൊന്ന് നെസ്റ്റോയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. വീട്ടിൽ തക്കാളി, ഉള്ളി അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പോവാം എന്ന്. പിന്നെ കുറച്ച് പേരൊക്കെ പറയുന്നതൊക്കെ മാളെല്ലാം പോയാൽ നല്ല പൈസ കൊടുക്കേണ്ടി വരുമെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളും കുറേ അങ്ങനെ മാളിൽ കയറുമ്പോൾ അതന്നെയല്ലേ എല്ലാം അങ്ങനെ പൊറുക്കി എടുക്കുമ്പോൾ അങ്ങനെ തോന്നിയാണ്. പക്ഷെ ഇന്ന് ഞാൻ മാർക്കറ്റ് വഴി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിൻ്റെ വില ചോദിച്ചേരം 22 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഇവിടെ 22 കാണിക്കുന്നില്ല. പിന്നെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതും നമ്മളൊന്ന് നോക്കണ്ടേ. അങ്ങനെയാണ് നെസ്റ്റോയിലേക്കായിട്ട് അങ്ങനെ ഓടി വരുന്നതൊന്നല്ല. ടൗണിൽ വന്നാൽ അത്യാവശ്യം എനിക്ക് ഓരോ ഈത്തപ്പഴമെല്ലാം ഉണ്ടാകും. പല തരത്തിലുള്ള ഈത്തപ്പഴമെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്കും കയറിയത്. അല്ലാതെ എനിക്ക് അങ്ങനെ വില അങ്ങനെ കൂടുതലായിട്ടും തോന്നുന്നില്ല. പിന്നെ ചില സമയം ഓഫർ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഓഫർ ഉണ്ടായാലും ആ ഒരു ദിവസം ഞാൻ ഓടി വരുത്തൊന്നുമില്ല. അങ്ങനെ ഇന്നെല്ലാം ഉള്ളിക്ക് ഇവിടുത്തെ റേറ്റ് 1 കിലോന് 15 അങ്ങനെയായിട്ടാണ് തോന്നുന്നു കാണിച്ചത്. അങ്ങനെയാണ് ഞാൻ നമുക്ക് ഫോണിൽ വന്നത്. ഇന്ന് പിന്നെ എന്തായാലും ഉള്ളിക്ക് റേറ്റ് കൂടിയിട്ടുണ്ട്. അങ്ങനെ ചില സമയം ഓഫറൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൂടി വരുമ്പോൾ എണ്ണ പൈസയെല്ലാം നോക്കണ്ടേ. അതുകൊണ്ട് അങ്ങനെ വരുന്നത് ചെയ്യില്ല. ടൗണിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കയറും, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ എന്താ വിശേഷം? പിന്നെ ഞാൻ വേറെ വൃത്തിയിലും കൂടി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഈ ഒരു വീഡിയോയിൽ കൊടുക്കുമ്പോൾ വീഡിയോ ഭയങ്കരമായിട്ട് ലാഗായി പോവും. കാരണം നിങ്ങൾക്കൊരു ബോറടി ഉണ്ടാവില്ല ഗൈസ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താ, സുഖമല്ലേ? അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ആക്കി. എൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ.